യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പോൾ എവിടേക്ക് പോകുന്നു പറയൂ? മുരുകൻ കാവൽ വൈത്തിരി. അവിടെ നിന്ന് തൈപ്പൂയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അയ്യോ ഹിമാലയൊക്കെ കൂടി ഇങ്ങനെയായോ. എങ്ങനെയുണ്ട് ലുക്ക് പറയൂ? പറയൂല എന്നറിയാം, എന്നാലും ഞാൻ ചോദിക്കാം. എന്താടാ പരിപാടി? ഊരിയതോ? ഇത് ഞാൻ പറയുന്നില്ല. മതി നിന്റെ ഊരല്. അയ്യോ സമയം എത്രയായി? 8:30 മകളെ, 8:30. ഇപ്രാവശ്യം ഫസ്റ്റ് മോന് വേലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ എത്തണം. 9 മണിയായപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളിതാ മേപ്പാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാൻഡിലേക്കാണ് എത്തേണ്ടത്. അവിടെ വെച്ചിട്ടാണ് വേല് കൊടുക്കുന്നത്. അപ്പം ഞങ്ങളിതാ എത്താനായി തുടങ്ങി. അങ്ങനെ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് എത്തി. ഇവിടെയാണെങ്കിൽ നിറച്ചു ആളുകളാണ് കേട്ടോ. എല്ലാവരും തമിഴരാണ് കേട്ടോ. നമ്മൾ മലയാളികൾ കുറച്ചേ ഉള്ളൂ. പിന്നെ കന്നഡ സംസാരിക്കുന്ന കുറച്ച് പേരുണ്ട്. കൂടുതലും തമിഴർ തന്നെയാണുള്ളത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അവിടേക്ക് പോകുന്നതിന് മുമ്പായി ഞങ്ങൾ ഒരു ബിസ്ക്കറ്റ് വാങ്ങി കൈ പിടിച്ചു. മോൻ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് വഴിയിൽ നിന്ന്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ സ്വാമിമാരുടെ കയ്യിൽ നിന്ന് പാൽക്കാവടി, കാവടി, പാൽക്കുടം, അതുപോലെ തന്നെ വേലൊക്കെ വാങ്ങിയിട്ട് നടക്കുക. മോന് വേലാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിലാണ് കേട്ടോ ഇവിടെ. ഇത് പാൽക്കുടാണ് കേട്ടോ. ഇത് നമ്മൾ തലയിൽ വെച്ചിട്ടാണ് പോവുക. ഇത് നേർന്നവർക്ക് മാത്രമേ വെക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം നമ്മൾ വേല് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വേല് വാങ്ങി കൈ പിടിച്ച് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതേപോലെ ഒരു കാവി തോർത്ത് തരും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മഞ്ഞ പൂവ് തരും, വേലും തരും. ഞങ്ങളിവിടെ ഞങ്ങളുടെ ടേണിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അത് വാങ്ങ് വാങ്ങ് വേല് വാങ്ങ്. വെക്കണ്ടേ നമുക്കിവിടെ തമ്പായിന്റെ. രാവിലെ തൊട്ട് അവന് ഭയങ്കര വാശിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വേലൊന്നും എടുക്കുന്നില്ല, ഞാൻ തൊടൂല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാ അവന് പകരമായിട്ട് ഞാനാണ് വേല് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. അവൻ്റെ മാലയും എല്ലാം ഞാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത്. കാരണം അവന് ഒരു സുഖമല്ല, മൈൻഡൊന്നും ഒരു ക്ലിയർ ഇല്ല. അപ്പോൾ അവൻ മുന്നോട്ട് വല്യമ്മേൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ഹരോ ഹര പറയും. ഹരോ ഹര പറ, ഹരോ ഹര പറ, ഹരോ ഹര. അങ്ങനെ ഞങ്ങളിതാ ബസ് കയറിയിരിക്കുന്നു. ഞങ്ങൾക്കായിട്ടുള്ള ഒരു ബസ്സാണിത്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് വൈത്തിരിയിലേക്കാണ്. വൈത്തിരി മാരിയമ്മൻ കോവിലേക്കാണ് പോകുന്നത്. അവിടെ കയറിയതിന് ശേഷമേ ഞങ്ങളിനി നെക്സ്റ്റ് വൈത്തിരി വൈദ്യഗിരിയിലേക്ക് പോവുള്ളൂ.
അടുത്തതായിട്ട് നമ്മളിത് അവിടെ മാരിയമ്മൻ കോവിലിലേക്കാണ് എത്തിയത്. ഇനി ഇവിടുത്തെ സ്റ്റെപ്പ് കയറി അമ്മേനെ കണ്ടതിന് ശേഷം വേണം നമ്മൾ വൈദ്യഗിരിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും വന്നിട്ട് വേണം പോകാൻ. ശേഷം ഞങ്ങളിതാ വൈദ്യഗിരിയിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ നടയിലെത്തി ഞങ്ങൾ ഭഗവാനെ കണ്ട് തൊഴുതു കേട്ടോ. നിറച്ചു ആളാണ് ഇവിടെ. അങ്ങനെ ഭഗവാന്റെ വേലൊക്കെ ക്ഷേത്രത്തിൽ ഏൽപ്പിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ താഴോട്ട് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനാണ് പോയത്. ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, അത്രയ്ക്ക് തിരക്കാണ്. ഹലോ ഗൈസ്, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറ്, പരിപ്പ് കറി, പിന്നെ അച്ചാറ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ പായസം, അത്രയേ ഉള്ളൂ. വരവിൻ്റെ സമയത്ത് ഇവിടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതാണ് മാരിയമ്മ ക്ഷേത്രം എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഇവിടെയാണ് തൊഴുക, അതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ടേക്ക് കയറുക, അതായത് വൈദ്യഗിരിയിലേക്ക്. ഇവിടെ നട അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ, ഉച്ചയായതുകൊണ്ട്. ഇവിടെ കാളീദേവിയുണ്ട്, ഭൈരവനുണ്ട്, അതുപോലെ തന്നെ നാഗത്തിൻ്റെതുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് തൊഴാം കേട്ടോ. നട അടച്ചിട്ട് അവിടെ തൊഴരുത് എന്നാണ് പറയുക. അമ്മ അവിടെ ഉണ്ട്. വരവിൻ്റെ സമയത്ത് നമ്മൾ ഈ ഒരു സ്റ്റെപ്പാണ് താഴേന്ന് കയറി വരേണ്ടത്. വല്ലാത്തൊരു സ്റ്റെപ്പാണ്, ആകാശത്തിലേക്കുള്ളൊരു സ്റ്റെപ്പാണ്. അങ്ങനെ ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് പോവാൻ താഴേക്ക് ഇറങ്ങാം കേട്ടോ. മെയിൻ റോഡിൽ ഇറങ്ങി ഞങ്ങളുടെ ബസ് ഞങ്ങളിവിടെ കാത്തു നിൽക്കുക കേട്ടോ. ഒരു അരമണിക്കൂറിൽ കൂടുതലായിട്ട് ഇവിടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബസ് കയറിയതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് മോനുണ്ട്, അവിടുന്ന് എൻ്റെ അടുത്തേക്ക് വരണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അങ്ങനെ അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ചിരുന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെ അവരിതാ ബസ് സ്റ്റോപ്പിൽ ഇറക്കി തന്നിരിക്കുന്നു. ഞങ്ങളവിടെ ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം ഒന്ന് ഇരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് നടന്നത്. കാരണം അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു, വെയിലത്താണ് നടന്നത്.
അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു ബസ് സ്റ്റോപ്പിൽ. അതിന് ശേഷം ഞങ്ങളിതാ വീട്ടിലേക്ക് നടക്കുകയാണ്. നല്ല വെയിലുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബായ്. പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.